ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് വചനപ്രഘോഷണം തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു സംഭവം നിങ്ങളോട് പങ്കുവയ്ക്കാം. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 20 വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം, ഒരു ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ചെന്നു. അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞതുകൊണ്ടും സ്ഥലമൊന്നും വെളിപ്പെടുത്തരുത് പറഞ്ഞതുകൊണ്ടും ഞാനിപ്പോൾ അത് പറയുന്നില്ല. അവിടെ ചോറും കറിയും വിളമ്പി കൊടുത്തുകൊണ്ട് ഒരാൾ നടപ്പുണ്ട്. കണ്ട ഉടനെ എനിക്ക് ഒരു സംശയം തോന്നി, ഇത് ആരാണിത്? കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പ്രശസ്തനായ ധനാഢ്യനായ ഒരാളാണ് അവിടെ ചോറ് വിളമ്പുന്നത്. അദ്ദേഹം വീട്ടിൽ ചെന്ന് കൈ കഴുകി മേശയുടെ അടുത്തിരുന്നാൽ, അല്ലെങ്കിൽ മേശയുടെ അടുത്തുള്ള കസേര പോയിരുന്നാൽ കൈ കഴുകി കൊടുക്കാൻ പോലും ആൾക്കാർ, സേവകർ ചുറ്റും നിൽക്കാൻ മാത്രം സാമ്പത്തിക ശ്രദ്ധയുള്ള ആളാണ്. എല്ലാം വിളമ്പി വായിൽ വെച്ച് കൊടുക്കാൻ പോലും ആൾക്കാരുള്ള അത്രമാത്രം ശക്തിയുള്ള ആളാണ്, സ്വാധീനമുള്ള ആളാണ്, സമ്പന്നനാണ്. അദ്ദേഹം സാധാരണക്കാരുടെ ഡ്രസ്സും ധരിച്ച്, വില കൂടിയ വസ്ത്രമൊന്നുമല്ല, സാധാരണ ഡ്രസ്സും ധരിച്ച് അവിടെ ചോറും കറിയൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് വിളമ്പി കൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ അവിടുത്തെ അച്ഛനോട് ചോദിച്ചു, ഈ ആൾ ഇന്നയാളാണോ? അതെ. പക്ഷേ അദ്ദേഹം തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടി അവരുടെ ഇടയിൽ സാധാരണക്കാരനെ പോലെ വസ്ത്രം ധരിച്ച് നടക്കുകയാണ്. ഒരു വള്ളിച്ചെരുപ്പൊക്കെ ഇട്ട് വില അധികം ഇല്ലാത്ത വസ്ത്രമൊക്കെ ധരിച്ച് അദ്ദേഹം അവിടെ ചോറ് വിളമ്പി കൊടുക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അപ്പം അച്ഛൻ തന്നെ സംസാരിച്ചോളാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് കണ്ടപ്പോൾ ചോദിച്ചു, ഇന്നയാളല്ലേ? കൊച്ചുമാച്ചൻ എന്നെ തിരിച്ചറിഞ്ഞോ എന്ന് ചോദിച്ചു. തിരിച്ചറിഞ്ഞു. ഞാൻ അച്ഛൻ്റെ ധ്യാനവും കൂടിയിട്ടുണ്ട്. ഞാൻ അവിടെ വന്ന് അവിടെയുള്ള ചില ശുശ്രൂഷകരോട്, നേതൃത്വം വഹിക്കുന്നവരോട് ഞാൻ അവിടെ പ്രേക്ഷിത വേല ചെയ്തോട്ടെന്ന് ചോദിച്ചിട്ട് അവർ സമ്മതിച്ചില്ല. അത് പിന്നെ ചേട്ടനെ പോലുള്ള സാറിനെ പോലുള്ളവർക്ക് പറ്റില്ല എന്നും പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി വിട്ടു. പക്ഷെ ഇവിടെ വന്നപ്പം ഈ അച്ഛൻ എന്നെ സമ്മതിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് കാരണം? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു രോഗമുണ്ടായി, വൈദ്യശാസ്ത്രം വിധി എഴുതി, കൂടി വന്നാൽ ഒരു 3 മാസം കൂടി ആയുസ്സുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഇതിപ്പോൾ 3-ാം വർഷമാണ്. വൈദ്യശാസ്ത്രത്തിൻ്റെ മുമ്പിൽ ഞാൻ നിസ്സഹായന നിന്നപ്പോൾ ഈശോ എന്നെ തൊട്ട് സുഖപ്പെടുത്തി. ഞാൻ മരണത്തിൻ്റെ കിടക്കയിലായിരുന്നു. അവിടെ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ എന്നെ ഓർമ്മയില്ല. അച്ഛൻ്റെ അടുക്കൽ ഞാൻ വന്നിരുന്നു. അച്ഛൻ്റെ അടുക്കൽ വന്നിരുന്നപ്പോൾ അച്ഛൻ എന്നോട് 2-3 മിനിറ്റ് അത് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. രോഗശാന്തി കിട്ടിക്കഴിഞ്ഞ് ഒരു ധ്യാനം കൂടാൻ വേണ്ടി വന്നതാണ്, കുടുംബവൃക്ഷ വിശുദ്ധീകരണ ധ്യാനം കൂടാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് അച്ഛനെ ഞാൻ കണ്ടത്. അച്ഛൻ്റെ മുമ്പിൽ ഒരു ബൈബിൾ തുറന്നിരിപ്പുണ്ട്. ആ ബൈബിള് അവിടെ ഇരിക്കുന്ന ആളുടെ നേരെയാണ് തിരിച്ചിരിക്കുന്നത്, അച്ഛൻ്റെ നേരെയല്ല. ആർക്കോ വായിക്കാൻ വേണ്ടി അച്ഛനെടുത്ത് കൊടുത്ത് വായിച്ചിട്ടവിടെ വെച്ചിരിക്കുന്നതാണ്. ഞാനിങ്ങനെ ആ ബൈബിളിലേക്ക് നോക്കിയപ്പോൾ ആദ്യം തന്നെ കണ്ട വചനം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 14-15 വചനങ്ങളാണ്. ഞാൻ പെട്ടെന്നെടുത്ത് വായിച്ചു. യേശു പത്രോസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു, പനി അവളെ വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. യേശു തൊട്ടയുടനെ സൗഖ്യം കിട്ടിയ സ്ത്രീയെ എഴുന്നേറ്റിട്ട് യേശുവിന് വിരുന്നൊരുക്കാനല്ല പോയത്, പലകാര്യ വ്യഗ്രതകളിൽ മുഴുകിയില്ല. അവൾ യേശുവിനെ ശുശ്രൂഷിച്ചു. അച്ഛാ, അന്ന് ആ വചനം എൻ്റെ ചങ്കിൽ തറച്ചു കയറി. എനിക്ക് അന്നൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ അച്ഛനോടൊന്നും പറഞ്ഞില്ല. അച്ഛൻ എൻ്റെ തലയിൽ ഒരു കുരിശ് വെച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് ഇനി ദൈവമഹത്വത്തിനായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞ് നിർദ്ദേശിച്ച് വിട്ടു. പാവങ്ങളോട് കരുണ കാണിക്കണമെന്ന് പറഞ്ഞു. സമ്പത്തിൻ്റെ ഒരു പങ്ക് പാവങ്ങൾ കൊടുക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു. ഞാനതെല്ലാം സമ്മതിച്ചു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലൊന്നും ആയിരുന്നില്ല. ഞാൻ സമ്പന്നനായി തീർന്നതും നല്ല വഴിയിലൂടെ മാത്രമൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സമ്പത്തിൻ്റെ പകുതിയോളം ഞാനെടുത്ത് ദരിദ്രർക്കായിട്ട് കൊടുത്തു. ആരും വഞ്ചിച്ച് പണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ എൻ്റെ സമ്പത്തിൻ്റെ അകത്ത് ദൈവം ആശീർവദിക്കാത്ത, അനുവദിക്കാത്ത, ദൈവത്തിൻ്റെ അഭിഷേകമില്ലാത്ത ഒരു പൈസ പോലും വരാൻ നിർബന്ധമുണ്ടായിരുന്നു. 1 സെൻറ്റ് ഭൂമി പോലും വരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒരു വീട് പോലും ഉണ്ടായിരുന്നു, നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അനേകം വീടില്ലാത്തവർക്ക് വീട് കൊടുത്തു.
ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്തു. എൻ്റെ ജോലിക്കാർക്ക് ഞാൻ കൂടുതലായിട്ട് ശമ്പളം കൊടുത്തു. അങ്ങനെ എല്ലാ തരത്തിലും ഞാൻ എൻ്റെ പാപത്തിനൊരു പരിഹാര പ്രവൃത്തി ചെയ്ത് ഞാൻ ജീവിച്ചു പോരുകയാണ്. അപ്പോഴാണ് ഈ വചനഭാഗം എൻ്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞത്. അമ്മായിയമ്മയ്ക്ക് സൗഖ്യം കിട്ടിയപ്പോൾ ആ സൗഖ്യം തൻ്റെ സുഖജീവിതത്തിലൊരു കാരണമാക്കി മാറ്റാതെ അനേകരുടെ സൗഖ്യത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയുടെ ജീവിതമാക്കി അതിനെ മാറ്റി. നമുക്ക് സൗഖ്യം തരുന്ന കർത്താവ് വെറുതെയല്ല സൗഖ്യം തരുന്നത്. എനിക്കൊരു സുഖജീവിതം, ബുദ്ധിമുട്ടുകളില്ലാത്ത, സഹനമില്ലാത്ത, ദുരിതമില്ലാത്തൊരു ജീവിതം മാത്രമല്ല ദൈവം എനിക്ക് തരുന്നത്. അതുകൊണ്ട് എനിക്ക് സഹനവും ക്ലേശവും ദുഃഖവും ദുരിതവും ഇല്ലാത്തൊരു സന്തോഷകരമായ ജീവിതം, ആനന്ദകരമായ ജീവിതം ഈശോ തരും. അതിൻ്റെ കൂടെ അനേകം പേര് ഇതുപോലെ ഒരു സന്തോഷമുള്ള, സഹനങ്ങളില്ലാത്തൊരു ജീവിതമല്ല, സഹനങ്ങൾ പൂർണ്ണമായിട്ടില്ലാത്ത ജീവിതമല്ല, സഹനത്തിലൂടെ കൃപയെ ആർജിക്കുന്ന ജീവിതത്തിലേക്ക് നയിക്കാനുള്ള ഒരു വരം നമുക്ക് ദൈവം ആ സൗഖ്യത്തിലൂടെ തരുന്നുണ്ട്. ഞാനത് പ്രധാനമായിട്ടും നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, എല്ലാ അനുഗ്രഹങ്ങളും തരുന്നത് അനുഗ്രഹദാതാവിനെ ശുശ്രൂഷിക്കാനും അനേകർക്ക് അനുഗ്രഹദാതാവിലൂടെ അനുഗ്രഹം കിട്ടുന്ന മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നമ്മൾ വളരാനും വേണ്ടിയാണ്. എവറി ഹീലിംഗ്, എവറി മിറക്കിൾ ദ ലോർഡ് ഈസ് പെർഫോമിങ്, എവറി ഹീലിംഗ് ദ ലോർഡ് ഈസ് ഗിവിങ്, സോ ദാറ്റ് ഹി മേ ബി ഗ്ലോറിഫൈഡ്. ദൈവം മഹത്വപ്പെടാൻ വേണ്ടിയാണ് ദൈവം അനുഗ്രഹം തരുന്നത്, അല്ലെങ്കിൽ സൗഖ്യം തരുന്നത്. രണ്ടാമതായി, ഈ അനുഗ്രഹദാതാവിൻ്റെ പക്കലേക്ക് അനേകരെ നയിക്കാൻ വേണ്ടിയാണ്. ടു ലീഡ് അതേഴ്സ് ടു ദിസ് ഗോഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ദൗത്യം. അനുഗ്രഹം പ്രാപിച്ചവർ പിന്നെ അനുഗ്രഹദാതാവിനെ വിട്ടുപോകാൻ നിൽക്കണം. ഇതാണ് 10 കുഷ്ഠരോഗികളിൽ വിജാതീയനായ ആ ഒരുവന് സാധിച്ചത്. 9 പേർക്ക് തോന്നാത്തത് അവർ തോന്നി. അവൻ യേശുവിൻ്റെ കാൽക്കൽ വീണ് യേശുവിന് നന്ദി പറയുന്നു. ആ ഒരു മഹാത്ഭുതം യേശുവിനെ പോലും അത്ഭുതപ്പെടുത്തി. അതായത് അനുഗ്രഹം കിട്ടുന്നവരെല്ലാം അനുഗ്രഹദാതാവിൻ്റെ ശുശ്രൂഷകരായി മാറണം. സമ്പത്താകട്ടെ, രോഗശാന്തിയാകട്ടെ, തടസ്സങ്ങൾ മാറുന്ന അനുഭവമാകട്ടെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ, ജോലി മേഖലയിൽ, വീടില്ലാത്ത സാഹചര്യത്തിലൊക്കെ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് കഴിയുമ്പോഴേക്ക് നമ്മൾ അനുഗ്രഹദാതാവിൻ്റെ ഉപകരണങ്ങളായിട്ട് മാറണം. വീടില്ലാത്തൊരമ്മ വീട് വെക്കാനായിട്ടൊരു കൃപ കിട്ടാൻ വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അമ്മയുടെ ഭർത്താവ്, അല്ലെങ്കിൽ സ്ത്രീയുടെ ഭർത്താവ്, ഒരിക്കൽ അപകടത്തിൽപ്പെട്ടുപോയ ഒരു സാമ്പത്തിക സ്വസ്ഥതയുള്ള ഒരാളുടെ വാഹനം ഒരു കുഴിയിലേക്ക് മാറി. കുഴിയിൽ എന്ന് പറഞ്ഞാൽ അല്പം താഴ്ചയുള്ളൊരു കുഴിയാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറാണ്. ടാക്സി ഡ്രൈവറായിട്ട് കൂലിപ്പണി എടുക്കുന്നയാളാണ്. അദ്ദേഹം ഈ വാഹനം മറിഞ്ഞു കിടക്കുന്നു എന്നുള്ള വിവരം അവിടെയുള്ള ആദിവാസികൾ, ഒരു കൊക്കയുള്ള പ്രദേശമാണ് വയനാട്ടിൽ. അപ്പോൾ ആദിവാസികൾ കരയ്ക്കുന്നുകൊണ്ട് പറയുന്ന ഒരു വണ്ടി താഴേക്ക് മറിഞ്ഞു വീണിട്ടുണ്ട്. അവരുടെ കൂടെ താഴേക്ക് ഇറങ്ങാൻ ഒരു നിർവാഹമില്ല, വളരെ താഴ്ചയുള്ള കൊക്കയാണത്. പക്ഷേ ഇയാൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, വളരെ ബുദ്ധിമുട്ടി ഈ റോഡ് സൈഡിലൂടെ ഊർന്ന് താഴേക്ക് ഇറങ്ങുന്ന വഴിക്ക് ഇയാൾ 10-20 താഴേക്ക് വീണു. അവിടെ ഒരു മരത്തിൻ്റെ കൊമ്പിൽ കയറി പിടിച്ച് അദ്ദേഹം അവിടുന്ന് പിന്നെ താഴെ ഇറങ്ങി ആദിവാസികളോട് പറഞ്ഞു, നിങ്ങൾ വരുന്നവരെ വിളിച്ചെങ്കിലും പോലീസിൽ അറിയിക്കാൻ പറ. ഇയാൾ താഴെ ഇറങ്ങിയിട്ട് വാഹനത്തിൽ കിടന്നിരുന്ന, അബോധാസം കിടന്നിരുന്ന മനുഷ്യനെ പുറത്ത് എടുത്ത് മടി കിടത്തി, എന്നിട്ട് വണ്ടിയിൽ നിന്ന് വെള്ളം എടുത്ത്, വണ്ടി വെള്ളം ഇരിപ്പുണ്ട്, അത് വെള്ളം എടുത്ത് അയക്ക് കൊടുത്തു. ഇയാൾ ഒറ്റയ്ക്കാണ് ഈ മുതലാളി യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മാരുതി കാറ് തകർന്ന് കിടപ്പുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് പുറത്തെടുത്തു, ബ്ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്ക് പോലീസുകാരെ അവരറിയിച്ചതുകൊണ്ട്, നാട്ടുകാരെല്ലാം പോലീസിനെ അറിയിച്ചതുകൊണ്ട് അവർ വന്നു, പുറകെ ക്രെയിൻ വന്നു. ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് ഇയാളെ മുകളിലെത്തിച്ചു. അയാൾ ആശുപത്രിയിൽ എത്തിച്ചു. ഈ ടാക്സി അവിടെ ഇട്ടിട്ട് ഇയാൾ അദ്ദേഹത്തെ കൊണ്ട് ആശുപത്രി പോയി. ആശുപത്രി ചെന്നിട്ട് അവിടെയുള്ള ഡോക്ടർമാർ പറഞ്ഞു, എൻ്റെ ടാക്സി ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ച് തിരിച്ചു വരാം, എൻ്റെ കയ്യിൽ ഇപ്പം പണമൊന്നുമില്ല. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഇയാളുടെ അഡ്രസ്സൊന്നും കൈ കിട്ടുന്നില്ല. അവസാനം പോലീസുകാരെന്നെ താഴെ ഇറങ്ങി ചെന്നിട്ട് ഇയാളുടെ വാഹനത്തിൽ നിന്ന് ID പാസ്സെല്ലാം എടുത്ത് വീട്ടുകാരെ അറിയിച്ചു. ഏതാണ്ട് 2-3 മണിക്കൂറിൽ വീട്ടുകാരെത്തി. ഈ രക്ഷിച്ച ആളെക്കുറിച്ച് പോലീസുകാർ പറഞ്ഞപ്പോൾ ആ ടാക്സി തൊഴിലാളിക്ക് ഒരു നല്ല സാമ്പത്തിക സഹായം മാത്രമല്ല, അവർക്കൊരു വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. വീടില്ലാതിരുന്നു. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ പോകുന്നത്. വീട് കിട്ടിയ ഈ ടാക്സി തൊഴിലാളിയുടെ ഭാര്യ ഈ വീട് വെക്കാൻ നേരത്ത് അവർ കൊടുക്കാൻ ഉദ്ദേശിച്ച 40 ലക്ഷം രൂപയുടെ ഒരു വീടാണ്.
അവർ പറഞ്ഞു, ഞങ്ങൾക്കതിൻ്റെ പകുതി തുകയുടെ വീട് മതി. ഞങ്ങളുടെ കൂടെ തൊട്ടടുത്ത ഒരു വീട്ടിലൊരു വിധവ കഴിയുന്നുണ്ട്, അവർക്ക് വീടില്ല, പകുതി അങ്ങോട്ടും കൂടെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അയാൾ ഇവർക്ക് 30 ലക്ഷത്തിൻ്റെ വീട് കൊടുത്തു, അവർക്ക് 20 ലക്ഷത്തിൻ്റെ വീട് മുതലാളി വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് എന്നോട് വികാരിച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛൻ ഇന്ന പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, പനി ബാധിച്ച് കിടന്ന സ്ത്രീയെ അമ്മായിയമ്മ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ യേശുവിനെ ശുശ്രൂഷിച്ചു വന്ന. അനുഗ്രഹം കിട്ടുന്നവരെല്ലാം അനുഗ്രഹദാതാവിനെ ശുശ്രൂഷിക്കണം, അനുഗ്രഹദാതാവിൻ്റെ നിയോഗപ്രകാരം മറ്റു മനുഷ്യരെ ശുശ്രൂഷിക്കണം. ഇതാണ് നമ്മുടെ ദൗത്യം. ഇതാണ് ദൈവസ്നേഹവും പരസ്നേഹവും ഒരുമിച്ച് പോകുന്നൊരവസ്ഥ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് കിട്ടിയ സൗഖ്യം അവരെ ശുശ്രൂഷയിലേക്ക് നയിച്ചതുപോലെ ഞങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഞങ്ങളെ ശുശ്രൂഷയിലേക്ക് നയിക്കാൻ ഇടവരുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ